أفتطمعون أن يؤمنوا لكم وقد كان فريق منهم يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون. സൂറത്തുൽ ബഖറയിലെ 75-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതിക്കേൽപ്പിച്ചത്. ഈ ആയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. ഒന്നാമതായി അഫതതുമഊന, ഈ ആയത്തിൽ താഇന്റെ മേലെ സുക്കൂനാണുള്ളത്. അവിടെ ഖൽഖല ചെയ്യേണ്ടതാണ്. അഫതതുമഊന. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. താ തർക്കീഖിൻ്റെ അക്ഷരമാണ്, അഥവാ കട്ടി കുറയ്ക്കേണ്ട അക്ഷരമാണ്. താ തഫ്ഹീമിൻ്റെ അക്ഷരമാണ്. ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്. കനപ്പിക്കേണ്ട അക്ഷരമാണ്. അഫതതുമഊന അൻ യുഅ്മിനൂ ലക്കും, സുക്കൂനുള്ള നൂന് ശേഷം യാ വന്നു. യാ അൽ ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്യേണ്ടതാണ്. വഖദ്, അവിടെയും ഖൽഖല ഉണ്ട്, ദാലിൻ്റെ മേലെ സുക്കൂൻ വന്നതുകൊണ്ട്. ഫരീഖും മിൻഹും, തെൻവീന് ശേഷം മീമ് വന്നു. മീമ് അൽ ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. വഖദ് കാന ഫരീഖും മിൻഹും സുമ്മ യുഹർരിഫൂന, മീമിൻ്റെ മേലെ ശദ്ദ വന്നതുകൊണ്ട് തന്നെ 2 ഖദർ മണിക്കേണ്ടതാണ്. മിൻ ബഅദി, സുക്കൂനുള്ള ബാ നൂനിന് ശേഷം ബാ വന്നു. ബാ ഇഖ്ലാബിൻ്റെ അക്ഷരമാണ്. സുക്കൂനുള്ള നൂനിൻ്റെ ശബ്ദം മീമിൻ്റെ ശബ്ദമാക്കി മാറ്റി മറിച്ച് മണിച്ച് ഓതേണ്ടതാണ്. മിൻ ബഅദി മാ അഖലൂഹു വഹും യഅലമൂൻ. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. أفتطمعون أن يؤمنوا لكم وقد كان فريق منهم يسمعون كلام الله وقد كان فريق منهم يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 75-ാമത്തെ ആയത്തിൻ്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അഫതത്മഊന അൻ യുഅ്മിനൂ ലക്കും വഖദ് കാന ഫരീഖും മിൻഹും യസ്മഊന കലാമല്ലാഹി സുമ്മ യുഹർരിഫൂനഹു മിൻ ബഅദി മാ അഖലൂഹു വഹും യഅലമൂൻ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിച്ച വാക്കാർത്ഥങ്ങൾ അഫതത്മഊന, അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, ഐ യുഅ്മിനൂ, അവർ വിശ്വസിക്കുമെന്ന്, ലക്കും, നിങ്ങളെ, വഖദ് കാന, ആയിരുന്നുവെന്നിരിക്കെ, ഫരീഖുൻ, ഒരു കൂട്ടർ അല്ലെങ്കിൽ ഒരു വിഭാഗം, മിൻഹും, അവരിൽ നിന്ന്, യസ്മഊന, അവർ കേൾക്കും, കലാമല്ലാഹ്, അള്ളാഹുവിൻ്റെ വചനം, സുമ്മ, പിന്നെ, യുഹർരിഫൂനഹു, അതിനെ അവർ മാറ്റിമറിക്കും, മിൻ ബഅദി, ശേഷമായി, മാ അഖലൂഹു, അതിനെ അവർ ഗ്രഹിച്ചതിന്, വഹും, അവരാകട്ടെ, യഅലമൂൻ, അറിയുന്നു താനും. അപ്പോൾ സഹോദരങ്ങളെ, ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറയുടെ 75-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം, അപ്പോൾ അവർ നിങ്ങളെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, അവരിൽ നിന്ന് ഒരു കൂട്ടർ അള്ളാഹുവിൻ്റെ വചനം കേൾക്കുകയും പിന്നീട് അത് ഗ്രഹിച്ചതിന് ശേഷം അവർ അറിഞ്ഞും കൊണ്ട് അതിനെ മാറ്റിമറിക്കുകയും ചെയ്തു വന്നിരുന്നു എന്നിരിക്കെ. സഹോദരങ്ങളെ, ഇവിടെ
അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഈ ആയത്തിൽ ബനൂ ഇസ്രായേലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ അവരുടെ അച്ചടക്കമില്ലാത്ത, അള്ളാഹുവിനെ അനുസരിക്കാത്ത, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് യാതൊരു പരിഗണനയും നൽകാത്ത ഇസ്രായേൽ ജനതയിലെ ഒരു കൂട്ടം ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തുകളിലൂടെ നമുക്ക് അറിയിച്ചു തന്നത്. എന്നിട്ട് 74-ാമത്തെ ആയത്തിൽ അള്ളാഹു അവരുടെ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞു. അവരുടെ ഹൃദയം പാറക്കല്ലുകളേക്കാൾ കഠിനമായി തീർന്നിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് നമുക്ക് അറിയിച്ചു തന്നു. അങ്ങനെയുള്ള ഈ യഹൂദികൾ അവർ സത്യവിശ്വാസികളായി തീരുമെന്ന, അവർ ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു പ്രതീക്ഷ വെച്ചു പുലർത്തേണ്ട ആവശ്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സത്യവിശ്വാസികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ചറിയിക്കുന്നതാണ് സൂറത്തുൽ ബഖറയിലെ 75-ാമത്തെ ആയത്ത്. സഹോദരങ്ങളെ, ഈ യഹൂദികളുടെ കൈവശമുണ്ടായിരുന്ന വേദഗ്രന്ഥത്തിൽ ഇനിയൊരു പ്രവാചകൻ വരാനുണ്ടെന്ന കൃത്യമായ പ്രവചനം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രവാചകനെ പറ്റിയും അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളെ പറ്റിയും ശരിക്കും അറിഞ്ഞു മനസ്സിലാക്കിയ യഹൂദികളാണ് അന്ത്യപ്രവാചകനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിലേക്ക് കടന്നു വന്നപ്പോൾ ആ പ്രവാചകനെ നിഷേധിക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കാതെ അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുകയാണ് അങ്ങനെ ആ യഹൂദികൾ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അള്ളാഹുവിൽ നിന്നുള്ള മതത്തെക്കുറിച്ചും അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചുമൊക്കെ മദീനാവാസികളായ അറബികളോട് ഈ യഹൂദികൾ മുമ്പ് പൊങ്ങച്ചം പറയാറുണ്ടായിരുന്നു. എന്നാൽ ലോകത്തിലേക്ക് മുഴുവൻ നിയോഗിതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി വന്നപ്പോൾ ആ പ്രവാചകൻ അവരിൽ നിന്നല്ല ജന്മമെടുത്തത്, യഹൂദ കുടുംബത്തിൽ നിന്നല്ല പ്രത്യക്ഷപ്പെട്ടത് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഇസ്ലാമിനോട് ശത്രുതയും അസൂയയും വെച്ച് പുലർത്തുകയാണ് ഈ യഹൂദികൾ ചെയ്തത്. ഇങ്ങനെ തന്നിഷ്ടത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സ്വഭാവം അത് യഹൂദികളുടെ പതിവ് സ്വഭാവമാണ്. അള്ളാഹുവിന്റെ വചനങ്ങളാകുന്ന ഉപദേശങ്ങൾ ശരിക്കും കേട്ട് മനസ്സിലാക്കിയതിന് ശേഷവും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വേദഗ്രന്ഥം ദുർവ്യാഖ്യാനം ചെയ്യുക എന്നത് അത് യഹൂദികൾക്കിടയിൽ മുമ്പേ നിലനിന്നിരുന്ന ഒരു ദുസ്വഭാവമാണ്. അതുകൊണ്ട് ഈ രൂപത്തിൽ ഹൃദയങ്ങൾ കടുത്തുപോയ, അറിഞ്ഞുകൊണ്ട് തന്നെ വേദവാക്യങ്ങൾ മാറ്റിമറിച്ച് ശീലിച്ച യഹൂദികൾ അവർ യഥാർത്ഥ സത്യം അംഗീകരിച്ച് മുന്നോട്ട് വരുമെന്ന ഒരു പ്രതീക്ഷ, അങ്ങനെ സംഭവിക്കൽ, അതിനുള്ള സാധ്യത അത് വളരെ കുറവാണ് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നത്. അതാണ് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞത്, അപ്പോൾ അവർ നിങ്ങളെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? അവരിൽ നിന്ന് ഒരു കൂട്ടർ അള്ളാഹുവിന്റെ വചനം കേൾക്കുകയും പിന്നീട് അത് ഗ്രഹിച്ചതിന് ശേഷം അവർ അറിഞ്ഞും കൊണ്ട് അതിനെ മാറ്റിമറിക്കുകയും ചെയ്തു വന്നിരുന്നു എന്നിരിക്കെ എന്ന്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. സഹോദരങ്ങളെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തിന്റെ 1-ാമത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഈ ആയത്തിന്റെ തഫ്സീർ അതൊന്നുകൂടി വിശദമാക്കിക്കൊണ്ട് പൂർവികരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതാനും ഭാഗങ്ങൾ ഈ ആയത്തിന്റെ തഫ്സീറിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവിടെ സംസാരിക്കാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേണ്ടത് പ്രകാരം ചർച്ച ചെയ്യാം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.